മക്കളെ ഹായ്, ഗുഡ് ഈവനിങ്. സാർ ആ സെക്കൻഡ് റോയിൽ തേർഡ് ഇരിക്കുന്നവരാണ്. ഏഞ്ചലാണോ അത്? എന്താണ് ഏഞ്ചൽ ഒരു എക്സ്പ്രഷനൊക്കെ ഓ ഹായ് പറഞ്ഞപ്പോ നോ ഇനിയിപ്പോൾ എന്ത് ഹായ് സാർ, ഹായ് ഒക്കെ കഴിയില്ലേ അല്ലേ? ഹായ് മക്കളെ, ഗുഡ് ഈവനിങ് എന്ന് പറയാൻ ഇനി നമുക്ക് സമയമുണ്ടോ? ഉണ്ടോ? ആ ഇന്ന് ലാസ്റ്റ് ക്ലാസ് ആണെന്ന് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞായിരുന്നോ മക്കളോട്? ഗ്രൂപ്പിൽ വല്ല മെസ്സേജും കണ്ടിരുന്നോ? അതുകൊണ്ടാന്ന് തോന്നുന്നു സാർ, കുറേ നാളായിട്ട് കാണാതിരുന്ന ആളുകളൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ക്ലാസ് ഇവിടെ വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും, കുറച്ചധികം ആളുകളുടെ ഫേസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, എല്ലാവരും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ നിങ്ങൾക്ക് ഈ ഇയറിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. 8th സ്റ്റാൻഡേർഡിൽ വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ ആണെന്ന്. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒന്ന് പ്രെയർ ചെയ്തിട്ട് കിടന്നേക്കാം. നോർമലി നമ്മൾ ഇന്ന് പ്രെയർ ചെയ്ത് ക്ലാസ് തുടങ്ങുന്ന പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഗുഡ് ഈവനിങ്. ആ തുറന്നോളൂ, കണ്ടൊക്കെ തുറന്നോളൂ. ആൻഡ് കഴിഞ്ഞ ബയോളജി ക്ലാസ്സിൽ ഇപ്പോൾ പാരൻസ് ഇപ്പോൾ കൂടി വൈൻഡപ്പ് സ്റ്റാർട്ടിങ്ങിലാന്ന് എഴുതിയിട്ടാണോ പാരൻസ് കൂടി ഇരിക്കുന്നത്? കുറച്ച് ആളുകളുടെ കൂടെ പാരൻസിനെ കാണുന്നുണ്ട്. ഇപ്പോഴല്ല, നമുക്ക് ഹാഫ് ആൻ അവർ എന്തായാലും ക്ലാസ് ഉണ്ടാകും, അതിന് ശേഷമായിരിക്കും കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ പാരൻസ് ഇപ്പോഴേ നേരത്തെ കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ പാരൻസിന് ലീവ് ചെയ്യാം. ആ സമയമാകുമ്പോഴേക്കും ഒന്ന് ജോയിൻ ചെയ്താൽ മതി. മക്കളെ ഒന്ന് സയൻസിൻ്റെ ബുക്ക് എടുക്കൂ. നമ്മുടെ ബയോളജിയുടെ ലാസ്റ്റ് ഒരു 3 ചാപ്റ്റേഴ്സ് കൂടെ നമുക്കൊന്ന് ഓടിച്ച് പറയാനില്ലേ? അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സിൽ നമുക്ക് ഈച്ച് ആൻഡ് എവറി പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ലാസ്റ്റ് ടേമിലേക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ഓർക്കുന്നൊക്കെ ഉണ്ടായിരിക്കും, എങ്കിലും സാർ ആ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ ആണോ? റെഡി ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ചാപ്റ്ററിലുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാം. ഓക്കെ, അബി സാർ റെഡി അല്ലേ സാർ? ഓക്കെ, സോ മക്കളെ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണോ അടുത്ത ചാപ്റ്റർ? ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഇതിലേക്ക് പോവാണ്. ഈ ചാപ്റ്ററിലേക്ക് വന്ന് കഴിയുമ്പോൾ മക്കളെ ഡീഫോറസ്റ്റേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദ പ്രോസസ് ഓഫ് ക്ലിയറിംഗ് എവേ the forest by cutting them down or burning them is called deforestation. ഫോറസ്റ്റിനെ ഡാമേജ് ആക്കുക അല്ലെങ്കിൽ ഇല്ലാതെ ആക്കുന്നതിനെയാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയാം. ഒരു സെന്റൻസ് ആണ്, ഒന്ന് നോട്ട് ചെയ്തിട്ടോളൂ കേട്ടോ. പിന്നെ നമുക്ക് ജനറലൈസ് എഴുതാൻ പറ്റും മക്കളെ. അതായത് ഡീഫോറസ്റ്റേഷനിലേക്ക് വരുന്ന കോസസ് പഠിക്കണേ. കോസസ് ദാറ്റ് ലീഡ്സ് ടു ഡീഫോറസ്റ്റേഷൻ. എന്താ അത്? ഡിഫോറസ്റ്റേഷൻ ഉണ്ടാവാനുള്ള കോസസ് എന്തൊക്കെയാണ്? മെയിൻലി പ്രൊക്യൂറിംഗ് ലാൻഡ്സ് ഫോർ കൾട്ടിവേഷൻ. ഫോറസ്റ്റ് ഏരിയ ആയിരുന്ന സ്ഥലം നമ്മൾ കൾട്ടിവേഷന് വേണ്ടി എടുക്കുന്നു. അതുപോലെ ഹൗസ്, നമ്മുടെ വീടുണ്ടാക്കാൻ, ഫാക്ടറീസ് കെട്ടാൻ, കമ്പനീസ് ഉണ്ടാക്കാൻ, അതുപോലെ എന്താ വലിയ വലിയ ഫ്ലാറ്റ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നു. മേക്കിംഗ് വേരിയസ് പ്രൊഡക്ട്സ്, ഫോറസ്റ്റിൽ നിന്നുള്ള പ്രൊഡക്ട്സുകളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലൈക്ക് വുഡൊക്കെ എടുത്ത് ആ ഫോറസ്റ്റ് അങ്ങ് ഇല്ലാതാക്കുന്നു. പിന്നെ നാച്ചുറൽ കോസസ് ലൈക്ക് എർത്ത് ആവാം, ഫ്ലഡ് ആവാം, അതുപോലെയുള്ള ലൈക്ക് ഓക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എന്ത് വരാം? ഡീഫോറസ്റ്റേഷൻ സംഭവിക്കാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ജനറലൈസ് ചെയ്ത് ജനറൽ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, അവിടെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, ദെൻ നല്ല രസമല്ലേ ഇതൊക്കെ? ഓർക്കുന്നുണ്ടോ നിങ്ങളിത്? ക്ലാസ്സിൽ നമ്മളിതൊക്കെ പഠിച്ചത് ഓർക്കുന്നവർ ഡാറ്റ കാണിച്ച്? ആ ഞാനും ഓർക്കുന്നു സാർ. ഇനി ഇതൊക്കെ വെറും ഓർമ്മ മാത്രമാണ് അല്ലേ? ഓർമ്മ മാത്രമല്ല, എക്സാമിന് ഇതൊക്കെ വേണം കേട്ടല്ലോ. എക്സാമിന് ഇതൊക്കെ ഓർത്തെടുക്കാൻ പറ്റണം, എന്നിട്ട് എഴുതാൻ പറ്റണം കേട്ടോ. ഓക്കെ, ഓർമ്മ മാത്രമായിട്ട് മാറ്റി വയ്ക്കുകയൊന്നും ചെയ്യരുത്. ഗ്ലോബൽ വാർമിംഗ് മക്കളെ നോക്കി വെച്ചോളൂ. കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ, അതായത് ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചാൽ ഫോറസ്റ്റ് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസിൽ ഒന്നാണ് മക്കളെ ഗ്ലോബൽ വാർമിംഗ്. ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്കെ, എന്താ ഗ്ലോബൽ വാർമിംഗ് എന്ന് അറിയാവുന്നവർക്ക് വേവ് ചെയ്തിടാം. പ്ലാന്റ്സ് ആണ് പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്ത് തരുന്നത്. സോ പുറത്തേക്ക് ഓക്സിജൻ റിലീസ് ആവണമെങ്കിൽ അവർക്ക് അകത്തേക്ക് എടുക്കാൻ എന്ത് വേണം? ഗ്ലോബൽ വാർമിംഗ് അറിയാമോ നിങ്ങൾക്ക്? അറിയാമെങ്കിൽ ഡാറ്റ കാണിച്ചേ. അറിയുന്നുണ്ട്, ഒന്ന് വായിച്ച് നോക്കിക്കോട്ടോ. കുറേ ആളുകളുടെ ഫേസിൽ എക്സ്പ്രഷൻ കണ്ടിട്ടേ ഗ്ലോബൽ വാർമിംഗ് എന്തോ വലിയൊരു സംഭവമാണ് അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. ബട്ട് അനക്കൊന്നും എനിക്ക് കാണുന്നില്ല. ഗ്രീൻ പ്ലാന്റ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ ഫോട്ടോസിന്തസിസ്. മക്കളെ ഗ്രീൻ പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് നടത്തണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. when fewer trees will be left due to deforestation, less carbon dioxide will be used up, resulting in its increased amount in the atmosphere. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, റെസ്പിറേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡാറ്റ കാണിച്ച മക്കള്. അതെയല്ലോ, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തി പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കേണ്ട ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുമല്ലേ. സോ കാർബൺ ഡൈ ഓക്സൈഡിന് ഉപയോഗിക്കാൻ പ്ലാന്റ്സ് ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മുടെ എർത്തിന്റെ സർഫസിൽ മൊത്തം കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എർത്തിന്റെ സർഫസിൽ ട്രാപ്പ് ചെയ്തിങ്ങനെ നിൽക്കുന്നതുകൊണ്ട്
ഭയങ്കരമായിട്ട് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നു. അങ്ങനെ എർത്തിന്റെ സർഫസ് ഇസ് ഗെറ്റിംഗ് ഹീറ്റ്, ചൂട് കൂടുന്ന കണ്ടീഷനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച് സെറ്റ് ആണല്ലോ, പഠിച്ചു വെച്ചു. ഒരു 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി, പേടിക്കണ്ട കേട്ടോ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. ഇനി ഡിസ്റ്റർബൻസസ് ഇൻ വാട്ടർ സൈക്കിൾ, അതൊരു കോൺസിക്വൻസ് ആണ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ നിങ്ങൾക്ക് അവിടെ നിന്ന് മക്കളെ സോയിൽ ഇറോഷൻ, ഡെസേർട്ടിഫിക്കേഷൻ, 2 ടേംസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർക്കുന്നവർ വേവ് ചെയ്ത് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചോളൂ. സോയിൽ ഇറോഷൻ എന്താണ്, ഡെസേർട്ടിഫിക്കേഷൻ എന്താണ്. ഓക്കെ, അതായത് പ്ലാന്റ്സിന്റെ റൂട്ട്സ് ഒക്കെ വരുന്നത് സോയിലിനെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ട് പ്ലാന്റ്സിന്റെ എന്താ പറയുക, റൂട്ട്സിനൊന്നും അതിനെ തടഞ്ഞു നിർത്താൻ പറ്റാതെ വെൻ ഫോറസ്റ്റ് ട്രീസ് ആർ കട്ട്, മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ ട്രീസ് ഇല്ല, പിന്നെ ട്രീസിൻ്റെ ഈ പറഞ്ഞ റൂട്ടിന് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ മൊത്തം സോയിൽ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഒലിച്ചു പോകുന്നു. ആ കണ്ടീഷനാണ് സോയിൽ ഇറോഷൻ. ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് സിമ്പിളാണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കുന്ന സെന്റൻസ് അങ്ങ് എഴുതി വെച്ചാൽ മതി. പിന്നെ ഡെസേർട്ടിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നോർമൽ ലാൻഡ് ഡെസേർട്ട് ലൈക്ക് ആകുന്ന കണ്ടീഷൻ, ആ ഫെനോമിനൻ ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്ത് ആണല്ലോ. നോർമൽ ലാൻഡ് ഡെസേർട്ട് ലൈക്ക് കണ്ടീഷനിലേക്ക് മാറുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഫെനോമിനയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെസേർട്ടിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യെസ്. ആൻഡ് ഡെസേർട്ടിഫിക്കേഷൻ കണ്ടോ മക്കളെ, അവിടെയൊക്കെ എന്തുണ്ട്, ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട് കണ്ടോ, അവിടെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. ബട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡെസേർട്ടിഫൈഡ് ആണെങ്കിൽ ടാറ്റ കാണിക്കൂ, കണ്ടോ അതൊരു ഡെസേർട്ട് പോലെ ആയിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെയൊക്കെ ആദ്യം ഫുൾ എന്തായിരുന്നു, ഈ പ്ലാന്റ്സ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ നവഡേയ്സ് അത് ഡെസേർട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. സോ ഇങ്ങനെ ഡ്രൈ ആകുന്ന ഈ ഒരു കണ്ടീഷനെയാണ് ഡെസേർട്ടിഫിക്കേഷൻ പറയുക. ദെൻ സോയിൽ ഇറോഷൻ നോക്കൂ, കണ്ടോ പ്ലാന്റ്സ് ഉള്ളപ്പോൾ ഇവിടെ വരുന്ന വാട്ടറിന്റെ കൂടെ ഈ സോയിൽ താഴത്തേക്ക് പോകുന്നുണ്ടോ, ഇല്ലല്ലോ. ഇല്ലെങ്കിൽ ഡാറ്റ കാണിച്ച് പോകുന്നില്ല. ബട്ട് പ്ലാന്റ്സ് ഒക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിക്കേ, വാട്ടർ വീഴുന്നുണ്ട്, അവിടെയുള്ള ബേസിൽ സോയിലേപ്പാടെ താഴേക്ക് ഒലിച്ചങ്ങ് പോകുന്നുണ്ട്. ആ പ്രോസസ്സിനെയാണ് സോയിൽ എറോഷൻ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ, അത് ഫിഗർ ഒന്ന് ഓർത്തിരുന്നാൽ മതി. സോ നിങ്ങൾക്ക് സ്വന്തം സെന്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും പറ്റും എക്സാമിന്. സോ ഡോണ്ട് ബി വറി അബൌട്ട് ദാറ്റ്. ആൻഡ് ഫ്ലഡ് ശരിയല്ലേ, ഡിഫോറസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം കൂടി ആയിട്ടല്ലേ ഈ ഫ്ലഡ് ഉണ്ടാവുന്നത്. ആണെങ്കിൽ ടാറ്റ കാണിക്കൂ. റീസൺസ് ഒക്കെ ഓർത്ത് വെച്ചോ, ഫ്ലഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഇവിടെ ഷോർട്ടേജ് ഓഫ് ഫുഡ് ആൻഡ് അതർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് പറയുമ്പോൾ മക്കളെ deforestation will leads to a shortage of wood used for various purposes. Also there will be a lack of other forest products such as honey, gum, etc. if cutting down forest trees continues. മക്കളെ മരങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോറസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസിനകത്ത് വരുന്നൊരു കാര്യം തന്നെയല്ലേ ഇതും. ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ അല്ലേ. നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് നല്ല ആവശ്യങ്ങൾക്കായിട്ട് വുഡ് ഉപയോഗിക്കുന്നുണ്ട്, ആ വുഡിന് ഷോർട്ടേജ് വരും. അതുപോലെ മരത്തിലല്ലേ മക്കളെ ഹണി ബി ഒക്കെ കൂടുണ്ടാക്കുന്നത്. സോ അതിന് കൂടുണ്ടാക്കാൻ സ്ഥലം ഇല്ലാതെ ആകും, സോ ഹണി കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഫോറസ്റ്റിൽ നിന്ന് കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വരും കേട്ടോ. ഇനി കൺസർവേഷന്റെ ഭാഗത്ത് നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചോ. 3 മെയിൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ബയോസ്ഫിയർ റിസർവ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ, ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ വരും. ഒന്നില്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ് എന്നോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നോ അല്ലെങ്കിൽ നാഷണൽ പാർക്കിന്നോ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഓക്കെ, ബയോസ്ഫിയർ റിസർവ് ഇത്ര എഴുതണം, മിനിമം ഇത്ര എഴുതണം കേട്ടോ. ലാർജ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഓഫ് ലാൻഡ് മെന്റ് ഫോർ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ ട്രൈബൽ പീപ്പിൾ ലിവിംഗ് ഇൻ ദാറ്റ് ഏരിയ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിച്ചോ. ഈ ഇത് ബയോസ്ഫിയർ റിസർവ് ആണ്. കണ്ടോ, ഇത്രയും ഒരു ബയോസ്ഫിയർ റിസർവ് എന്ന് കരുതാം. അതിനകത്ത് എന്താണ്, വേറെയും ചില പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. കത്തിയവരൊന്ന് ടാറ്റ കാണിക്കും മക്കളെ. ആണല്ലോ, അതായത് മെയിൻ കാണിച്ചിരിക്കുന്നതാ ഈ ഫുൾ റൗണ്ട് ആണ് നമ്മുടെ ബയോസ്ഫിയർ റിസർവ്. ആ ബയോസ്ഫിയർ റിസർവിനകത്ത് ഇത് ചിലപ്പോ നാഷണൽ പാർക്ക് ആയിരിക്കും, ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതും അതുപോലെ ഒരു നാഷണൽ പാർക്ക് ആയിരിക്കാം. ദെൻ ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിരിക്കും. മനസ്സിലായി ഒന്ന് ടാറ്റ കാണിച്ച്. ഒരു ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ അത് വലിയ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്. വൈൽഡ് ലൈഫിനെയും ബയോഡൈവേഴ്സിറ്റിയെയും ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ, അവിടെയുള്ള നോർമൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകളുണ്ട്, അതായത് നമ്മുടെ ട്രൈബൽ പീപ്പിൾസ് ഉണ്ട്, അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബയോസ്ഫിയർ റിസർവ് എന്ന് വിളിക്കുക. ഈ ബയോസ്ഫിയർ റിസർവ്സിനകത്ത് മറ്റുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ലൈക്ക് നമുക്ക് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ കാണാനായിട്ട് പറ്റും. സെറ്റ് ആണെങ്കിൽ ഒന്ന് വേവ് ചെയ്തോ. എക്സാമ്പിൾ പഠിച്ചു വെച്ചോട്ടോ. പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവ് ആണ് നമുക്ക് പറയാനുള്ളത്, പഠിക്കാൻ ഉണ്ടായിരുന്നിട്ടുള്ളത്. ഓക്കെ, അതിനകത്ത് നോക്കൂ, നാഷണൽ പാർക്ക് ഉണ്ട് നെയ്മഡ് സത്പുര. കണ്ടോ,
ഒരു നാഷണൽ പാർക്കും അതുപോലെ 2 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, ബോരി ആൻഡ് പച്മാർഹി. കണ്ടായിരുന്നോ? ബോരി പച്മാർഹി വൈൽഡ് ലൈഫ് സാങ്ച്വറിയും അതുപോലെ സത്പുര നാഷണൽ പാർക്കും ലൊക്കേറ്റ് ചെയ്യുന്നത് പച്മാർഹി ബയോസ്ഫിയർ റിസർവിനകത്താണ്. കത്തിയവർ ഒന്ന് വേവ് ചെയ്തേ. അപ്പൊ ബയോസ്ഫിയർ റിസർവിനകത്ത് മറ്റുള്ള പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെയും കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കാൽ ഫ്ലോറ ആൻഡ് ഫോണ. മക്കളെ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദാ ഇവിടെ ഉണ്ട്. സം അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ടിപ്പിക്കലി ബിലോങ്സ് ടു എ പെർട്ടിക്കുലർ ഏരിയ ആർ നോൺ ആസ് ഫ്ലോറ ആൻഡ് ഫോണ റെസ്പെക്റ്റീവ്ലി ഇൻ ദാറ്റ് ഏരിയ. മക്കളെ ഫ്ലോറ മീൻസ് അവിടുത്തെ പ്ലാന്റ്സ് ആണെങ്കിൽ ടാറ്റ കാണിക്കൂ. ഫോണ മീൻസ് അനിമൽസ് ആണ്. അങ്ങനെ തന്നെ പഠിക്കണോട്ടോ, തല തിരിച്ചു വെക്കരുത്. പ്ലാന്റ്സ് ഫ്ലോറയും അനിമൽസ് ഫോണയാണെന്നുള്ള കാര്യം മറക്കാതെ ഓർത്തിരിക്കാം. ഓക്കെ, എക്സാമ്പിൾ പഠിച്ചോളൂ. പഠിക്കാമെങ്കിൽ ടാറ്റ കാണിച്ചേ. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടോ? ഫ്ലോറയുടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തോളൂ. എൻഡമിക് സ്പീഷീസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ദീസ് ആർ ദ സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വിച്ച് ആർ ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഇത്രയും മതി. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സബ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും ചിലപ്പോൾ കയറി ചോദിക്കുന്നുണ്ടാവുക. എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണുന്ന സ്പീഷീസ് ആണ്. എക്സാമ്പിൾ നോക്കൂ മക്കളെ. സാൽ ആൻഡ് വൈൽഡ് മാംഗോ ആർ ദ എക്സാമ്പിൾസ് ഓഫ് എൻഡമിക് ഫ്ലോറ ഓഫ് ദി പച്മാർഹി ബയോസ്ഫിയർ റിസർവ്. ഇത്രയും പഠിച്ചാൽ മതി. സാലും വൈൽഡ് മാംഗോയും നമ്മുടെ പച്മാർഹി ബയോസ്ഫിയർ റിസർവിൽ വരുന്ന ഒരു എൻഡമിക് സ്പീഷീസ് ആണ്. ഇത് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ദേ ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് എനിവെയർ എൽസ്. നാച്ചുറലി അത് വേറെ എങ്ങും ഉണ്ടാവത്തില്ല. മാർക്ക് ചെയ്തു. ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആരാണ് സാർ? ഹരിണി, എന്ത് പറ്റി പറയൂ. ഫ്ലോറയും ഫോണയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്ലോറ ജനറലി പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സ് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എക്കോസിസ്റ്റം പോയില്ലേ? എക്കോസിസ്റ്റം പോകും. സോ ഒരു ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലാന്റ്സിൽ നിന്നാണ് നമുക്കറിയാലോ. പ്ലാന്റ്സ് ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിനെ ഉപയോഗിക്കുന്ന ആളുകൾ ഇല്ലാതെയാകും. സോ അവരില്ലാതെ ആയാൽ ആ ഫുഡ് ചെയിനിലുള്ള മുഴുവൻ ആളുകൾ ഇല്ലാതെയാവും. സോ ഒരു എക്കോസിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും പോകത്തില്ലേ? അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് മക്കളെ സ്പീഷീസ്, ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ഇന്റർബ്രീഡിങ്. മാർക്ക് ചെയ്തോളൂ. ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ അത് വരണം കേട്ടോ. ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ഇന്റർബ്രീഡിങ് കേപ്പബിലിറ്റി ഉള്ളവർ. വൈൽഡ് ലൈഫ് സാങ്ച്വറി അനിമൽസിനെ നാച്ചുറൽ എൻവയോൺമെന്റിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, അവിടെ അനിമൽസിന് എന്താ പറയുക, നാച്ചുറൽ ഹാബിറ്റാറ്റിലായതുകൊണ്ട് തന്നെ വലിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് എന്ന് ഉള്ളൊരു സ്ഥലത്ത് ഒരിക്കലും മറ്റുള്ളവർ കയറാനോ അനിമൽസിനെ അറ്റാക്ക് ചെയ്യാനോ എന്ത് ചെയ്യാനോ ഒന്നും പാടില്ല. കില്ല് ചെയ്യാനോ പിടിക്കാനോ ക്യാപ്ചർ ചെയ്യാനോ ഒന്നും പാടില്ല കേട്ടോ. നോക്കിക്കേ, കില്ലിംഗ് ആൻഡ് ക്യാപ്ചറിംഗ് ഓഫ് വൈൽഡ് അനിമൽസ് ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻ ദിസ് ഏരിയ ആൻഡ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പണിഷബിൾ ബൈ ദ ലോ. ഓക്കെ, ശരിയല്ലേ? നിങ്ങൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി കയറിയിട്ട് നിങ്ങളൊരു എലിഫന്റിനെ കണ്ടു, നിങ്ങൾ ആ എലിഫന്റിനെ കൊന്നു. ഓക്കെ, എലിഫൻറ്റിനെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നാട്ടിൽ പിടിച്ചുകൊണ്ടെന്ന് കൊന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? നിങ്ങൾ കണ്ടിരുന്നോ? കഴിഞ്ഞ ദിവസം ഏതോ ഒരു പൂരപ്പറമ്പിലോ എവിടെയോ ആ കെട്ടി ചങ്ങലയിൽ ഇട്ടിച്ച് ആനയുടെ അടുത്ത് തീ പിടിച്ചിട്ട് ആന പൊള്ളി മരിച്ചത് കണ്ടായിരുന്നോ? ന്യൂസ് കണ്ടിരുന്നോ? ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് ആ സാധനം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഭയങ്കര ക്രൂരത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൂരതയാണ്. ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഈ ഉത്സവങ്ങൾക്ക് ഈ അനിമൽസിനെ അല്ലെങ്കിൽ പെരുന്നാൾ എന്തോ ആയിക്കോട്ടെ അനിമൽസിനെ കൊണ്ടുവരുന്നതോട് യോജിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ കാണിച്ച്. ഞാൻ തീരെ യോജിക്കുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. നമ്മളൊക്കെ കരുത്, ജസ്റ്റ് ഇമാജിൻ അതിൻ്റെ സ്ഥാനത്ത് നമ്മളാന്ന് കരുതുക. നമ്മളൊരു ഉത്സവം ഒരു പെരുന്നാളൊക്കെ വരുമ്പോൾ റെഡിയാക്കുന്നു, കുറേ കോസ്റ്റ്യൂമൊക്കെ ഇടിച്ച് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ട് നമ്മുടെ 2 കാലും ചങ്ങലയിട്ട് കെട്ടി വെച്ചിട്ട് നമ്മളെ കൊണ്ടുപോയിട്ടൊരു 4-5 മണിക്കൂർ വെറുതെ ഇങ്ങ് നിർത്തുക, കുറേ ആളുകളെയും പുറത്ത് വെച്ചിരുത്തിയിട്ട്. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതുങ്ങളുടെ അവസ്ഥ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്കുള്ള ഒരു കഴിവ് അവർക്കില്ല. അത് ആർക്കെങ്കിലും അറിയാമോ? നമുക്ക് ഭയങ്കര ചൂട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേർക്കത്തില്ലേ? വേർക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ചൂടെടുക്കുമ്പോൾ നമ്മൾ ഏർക്കും, അപ്പോൾ ഒരു സമാധാനം കിട്ടും. പക്ഷേ ഈ എലിഫൻറ്റിൻ്റെ കേസിലില്ലേ,
അതിന് സ്വെറ്റ് വരാൻ അല്ലെങ്കിൽ വിയർക്കാനുള്ള കഴിവില്ല. അതറിയാൻ ആർക്കെങ്കിലും? വിയർക്കാനുള്ള കഴിവ് അവർക്കില്ല, അവർക്ക് സ്വെറ്റ് ഗ്ലാൻഡ് ഇല്ല ബോഡിയിൽ. സോ ചൂട് വന്നിട്ടുണ്ടെങ്കിൽ ആ ചൂട് മൊത്തം ബോഡിയുടെ അകത്തിങ്ങനെ നിൽക്കും. അപ്പോഴാണ് ഇതിനെ കൊണ്ടുപോയിട്ട് വെയിലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് നല്ല എന്താ പറയുക, നമ്മളിങ്ങനെ കുറേ ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാക്കുന്നത്. എന്താ ആഘോഷമൊക്കെ അല്ലേ. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കാത്ത ഒരാളാണ്. അല്ല കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിരുന്നു. ആർക്കൊക്കെയോ ഇടയ്ക്കൊക്കെയോ എവിടെയൊക്കെ എന്തൊക്കെയോ കിട്ടാറില്ലേ, കാണാറുണ്ടായിരിക്കുമല്ലോ. ആ സാറ് ഞാൻ അതിനോട് അവർക്കങ്ങനെ കിട്ടുന്നത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇതിവരോട് ചെയ്യുന്നത് വെച്ചിട്ട് അതൊന്നും വലിയ പ്രശ്നമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിന് മീൻസ് ഈ പരിപാടികൾക്കൊക്കെ നമുക്ക് സാർ ആനയില്ലാതെ പറ്റത്തോ, ആന എന്തായാലും വേണം അങ്ങനെ പറയുന്ന ആരോടെങ്കിൽ ഒന്ന് നാറ്റ കാണിച്ച്. പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ പിന്നെ ആനയില്ലേ, ആന വേണം. എടാ ആരാടെ ഇത്ര മനസാക്ഷി ഇല്ലാതിരുന്നിട്ട് ആറ്റ കാണിച്ചോണ്ടിരിക്കുന്നത്? എടാ കുറച്ചെങ്കിലും എടാ അതൊരു ജീവിയല്ലേ. ഭഗത്താണോ സാർ? എയ്ബലുണ്ട്, ഭഗത്തുണ്ട്, കുറേ പേരുണ്ട്. ശരിയാക്കി തരണം. അടുത്തൊരു പള്ളിപ്പെരുന്നാൾ ഉത്സവമൊക്കെ വരട്ടെ, ഞാൻ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് അതേപോലെ ഇങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് നിങ്ങളുടെ തലയിൽ കൂടെ മറ്റേ സാധനം, എന്ത് സാധനത്തിൻ്റെ പേര് നെറ്റിപ്പെട്ടോ, അതിങ്ങനെ ഇട്ട് നിന്നിട്ട് അവിടെ നിർത്തും. എന്നിട്ട് മുകളിൽ ഞാൻ കയറിയിരിക്കും, നോക്കിക്കോ. അപ്പം നമുക്ക് ഞാൻ അതിനോട് യോജിക്കത്തില്ല മക്കളെ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറയും. കാരണം അത്രയും ഭയങ്കര ക്രൂരതയാണ് അത്. നമ്മൾ എന്താ പറയുക, മനുഷ്യരോട് സ്നേഹം കാണിക്കുന്ന പോലെ മൃഗങ്ങളോടും കുറച്ചൊക്കെ കാണിക്കണം. എന്ത് കരുതിയിട്ട് കാട്ടിപ്പോയി സിംഹത്തിനോട് വാടാ എന്ന് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവന്ന വെറുതെ എവിടെയെങ്കിലും നിൽക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഞാൻ തട്ടിക്കൊണ്ടുപോയി 2-3 ദിവസത്തേക്ക് എവിടെയെങ്കിലും നിർത്തിയാൽ നിങ്ങൾക്ക് നല്ല വിഷമം ഉണ്ടാവില്ലേ? അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ പിടിച്ച് വിഷമം ഉണ്ടാവില്ല എന്ന് കുറേ പേര്, ഇതിന് എന്ത് വിഷമം വീട്ടിൽ നിന്നല്ലേ എന്നാൽ അവർക്ക് വിഷമം ഉണ്ടാവും. ജനിക്കുമ്പോൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് ജനിക്കുമ്പോൾ തന്നെ മറ്റേ കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് തള്ളിയിട്ടിട്ട് എടുത്ത് പെറുക്കിക്കൊണ്ടിരുന്ന ആനിമൽസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സൂ അറിയാലോ മക്കളെ, അനിമൽസിനെ നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ അവർക്ക് സ്പെഷ്യൽ കെയറും പ്രൊട്ടക്ഷനും ഫുഡും റീപ്രൊഡക്ഷനുള്ള ഫെസിലിറ്റീസ് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് അവരെ കൺസേർവ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയാസ് ആണ് സൂ എന്ന് പറയുന്നത്. സെറ്റാണെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. സൂ ഓക്കെ ആണല്ലോ? സൂ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തതാ. സൂവും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ പറയുന്നില്ല, നമ്മളോട് ക്ലാസ് എടുത്തതാണ്, ഇത് പഠിക്കണം കേട്ടോ. 2-3 ഡിഫറൻസ് നോക്കി വെച്ചോളൂ, മാർക്ക് ചെയ്ത് വെച്ചു. ഇമ്പോർട്ടൻ്റ് അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ, ഇപ്പം തന്നെ മാർക്ക് ചെയ്തോളൂ. ലാസ്റ്റ് എക്സാമിന് പോകുമ്പോൾ ഇതൊക്കെ റെഫർ ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. റെഫറൻസ് എടുത്തിട്ട് വേണം പോകാൻ, മറക്കരുത്. പിന്നെ നാഷണൽ പാർക്ക്. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്. National park is an area reserved for wildlife where they can freely use the habitat and natural resources. Yes, നാഷണൽ പാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ അണ്ടർടേക്കൺ ആയിരിക്കട്ടെ. ഗവൺമെൻറ് തന്നെ ആയിരിക്കും ചിലപ്പോൾ നോക്കിയെടുത്തുന്നുണ്ടാവുക. ആൻഡ് അതിനകത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ചില പ്രത്യേക പ്ലാന്റ്സിന്, ഫ്ലോറയ്ക്കോ അനിമൽസിന്, ഫോണയ്ക്കും. അതുകൂടാതെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് ഫോറസ്റ്റിൽ പണ്ട് ഇപ്പോൾ നമ്മൾ ലൈക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ഹിസ്റ്റോറിക്കലി പറയാൻ പറ്റുന്ന നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ കോട്ട, ടിപ്പു സുൽത്താൻ താമസിച്ചിരുന്ന ഗുഹ, കേവ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഫോറസ്റ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്ത് അതുപോലെ തന്നെ അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയാസിനെയാണ് നാഷണൽ പാർക്ക് എന്ന് പറയുക. സെറ്റാണോ? ആണെങ്കിൽ ഡാറ്റ കാണിച്ചോ. പിന്നെ നാഷണൽ പാർക്കുകളുടെ അകത്തേക്ക് ആർക്കും എൻട്രി ഇല്ല, അങ്ങനെയൊന്നുമില്ല. നാഷണൽ പാർക്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം പോയാൽ ആന എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ മറ്റേ അനിമൽസൊക്കെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. എന്നാലുപരി ഹ്യൂമൻ ബീങ്സിൻ്റെ റിക്രിയേഷൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, എൻജോയ്മെൻറ്റൊക്കെ വേണ്ടിയിട്ട് ട്രിപ്പുകളൊക്കെ. നിങ്ങൾ സൈലൻറ്റ് വാലി പോയിട്ടുണ്ടോ മക്കൾ? സൈലൻറ്റ് വാലിയിൽ പോയിട്ടുള്ളവർ ഡാറ്റ കാണിച്ച് പോയിട്ടുണ്ട്. ഇരവികുളം നാഷണൽ പാർക്കിൽ പോയിട്ടുണ്ടോ? മൂന്നാർ ഇരവികുളം ആടൊക്കെ ഉള്ളത് പോകാൻ പറ്റുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോകുന്ന നല്ലതാ. ഇവിടേക്കൊക്കെ ആക്സസ് ഉണ്ട്, നമുക്ക് അകത്ത് കയറാം, നമുക്ക് ഈ പറഞ്ഞ അനിമൽസിനെ കാണാനൊക്കെ പറ്റും. ഇരവികുളം പോയിട്ടുണ്ടെങ്കിൽ ഈ വരയാട്, നമ്മുടെ ഈ പറയുന്ന സാധനത്തിൻ്റെ പേരെന്നായിരുന്നു, നീലഗിരി താർ എന്നാ പറയാം, നീലഗിരി താർ അല്ലെങ്കിൽ വരയാട് എന്ന് പറയും. അതിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് നാഷണൽ പാർക്കിൽ കൂടുതലും. ഓക്കെ, യെസ്. പ്രൊജക്ട് ടൈഗർ 2 മാർക്ക്. അതിനപ്പുറം വലിയ മാർക്കിന് ചോദിക്കത്തില്ല. അങ്ങനെ 2 കടുവ ഇരിക്കുന്നുണ്ടോ സ്ക്രീനിൽ? എടാ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? ആണെങ്കിൽ ഒന്ന് ഡാറ്റ കാണിച്ചേ. ഫുഡ് കഴിക്കാതിരിക്കുന്ന മക്കളൊന്ന് ഡാറ്റ കാണിച്ചേടാ. എന്തേ ഒരു ക്ഷീണം. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ലാസ്റ്റ് ക്ലാസ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഓക്കെ, ഈ ചാപ്റ്റർ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, 2 കൂടി ഉണ്ടല്ലോ, വേഗം ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. വിഷ്ണു സാറ് ഉടനെ വരുമെന്നാണ് പറഞ്ഞു കേട്ടത്, വരുന്നതിന് മുന്നേ നമുക്ക് ചോദിക്കാം. പ്രൊജക്ട് ടൈഗർ മാർക്ക് ചെയ്തോട്ടോ മക്കളെ.
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ കൺട്രിയിലുള്ള ടൈഗേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് പ്രൊജക്ട് ടൈഗർ. മാർക്ക് ചെയ്ത് വെച്ചോളൂ. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സത്പുര ടൈഗർ റിസർവ് എന്ന് പറയുന്ന ഈ ഒരു ടൈഗർ റിസർവ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളതിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു നോർമൽ ഒരു ടൈഗർ റിസർവിന് പ്രൊജക്ട് ടൈഗറിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടൈഗർ റിസർവിന് എക്സാമ്പിളാണ് സത്പുര ടൈഗർ റിസർവ്. മാർക്ക് ചെയ്തിട്ടോളൂ. The extinct animals, important. The species which no longer exist anywhere on the earth is called extinct animals. Mark ചെയ്തോളൂ. 1 mark ഇവിടെ കിട്ടുന്നു. And animals whose numbers are diminishing to a level that they might face extinction is nearby future is called endangered animals. മക്കളെ മൊത്തത്തിൽ ഇല്ലാതെയായി പോയത് എക്സ്റ്റിങ്ക്റ്റ് അനിമൽ ആണ്. എക്സ്റ്റിങ്ക്റ്റ് അനിമൽ ആണ്. ഇനി പതിയെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് എൻഡേഞ്ചേർഡ് അനിമൽസ്. രണ്ടും ഓക്കെ ആണെങ്കിൽ വേവ് ചെയ്തേ. ഡിനോസറസ്, നമ്മുടെ ഡൈനോസർ ഇല്ലേ, ഡൈനോസർ എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റാ, മൊത്തത്തിൽ പോയി. ഇനി എൻഡേഞ്ചേർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരുപാട് എക്സാമ്പിൾസ് എൻഡേഞ്ചേർഡ് ആയിട്ട് പറയാം നമുക്ക്. യെസ്, ലയൺ ടെയിൽഡ് മെക്കാക്, സിംഹവാലൻ കുരങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഡാറ്റ കാണിച്ചോ. അത് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാ, എൻഡേഞ്ചേർഡ് ആണ്, പതിയെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന. അതുപോലെയുള്ള കുറച്ച് ആളുകളുണ്ട്. മൊത്തത്തിൽ പോയത് എക്സ്റ്റിങ്ക്റ്റും പോയിക്കൊണ്ടിരിക്കുന്നത് എൻഡേഞ്ചേർഡും ആണ് കേട്ടോ. വംശനാശ ഭീഷണി നേരിടുക എന്ന് പറയും. ഓക്കെ. ആൻഡ് അടുത്തത് റെഡ് ഡാറ്റ ബുക്ക് 2 മാർക്ക് കേട്ടോ. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലേക്കാണ് ചോദിക്കണമെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല, 2 മാർക്കിനൊന്നും ചോദിക്കില്ല. റെഡ് ഡാറ്റ ബുക്ക് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് സ്പീഷീസ് ഹൂസ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ് ഇസ് ത്രെറ്റൻഡ് എൻഡേഞ്ചേർഡ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. മക്കളെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി മൊത്തത്തിൽ കുറച്ചുകൂടി നാൾ കഴിഞ്ഞാൽ അവരുണ്ടാവത്തില്ല, അങ്ങനെയുള്ള കുറച്ച് അനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ ഡാറ്റാസ് മൊത്തം എൻലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബുക്കിനെയാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. IUCN ആണ്. IUCN കണ്ടോ, ഇന്റർനാഷണലി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ IUCN ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN എന്താ സർ? മക്കളെ വിഷ്ണു സാറാ വന്നത്. നമുക്ക് വൈൻഡപ്പ് കുറച്ച് നേരത്തെ ആക്കിയാലോ ഒന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. നിങ്ങൾക്ക് നേരത്തെ പോവാൻ റെഡിയായോ? അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ സങ്കടമൊന്നുമില്ലെന്ന് എനിക്കറിയാം, എനിക്ക് മാത്രമേ സങ്കടമുള്ളൂ. കുഴപ്പമില്ല സാർ, നേരത്തെ വിടാം, പേടിക്കണ്ട. മൈഗ്രേഷൻ നോട്ട് ചെയ്ത് വെച്ചോ, ഡെഫിനിഷൻ ഉണ്ട് കേട്ടോ. മൂവ്മെന്റ് ഓഫ് അനിമൽസ് ഓർ ബേർഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സീസൺസിനനുസരിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബേർഡ്സും അനിമൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുക, മൈഗ്രേഷൻ എന്ന് പറയാം. മേ ബി അത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടായിരിക്കത്തില്ല മക്കളെ. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, സ്യൂട്ടബിൾ അല്ലാത്തത് വരുമ്പോൾ അവിടുന്ന് മാറുന്നു. അതിനെ മൈഗ്രേഷൻ ആയിട്ട് പറയാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യുക. പിന്നെ 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 പേപ്പർ റീസൈക്ലിംഗ് കണ്ടോ, റീസൈക്ലിംഗ് എന്തിനൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നത് അറിയാമെങ്കിൽ വേവ് ചെയ്ത്. ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പുതിയ മരങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പേപ്പർ മേക്കിങ്ങിനുള്ള എനർജി യൂസ് ചെയ്യാം, എനർജി നമുക്ക് സേവ് ചെയ്യാം, വാട്ടർ സേവ് ചെയ്യാം, അത്രയും കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റുന്നു. ഹാംഫുൾ കെമിക്കൽസിന്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചോളണം. റീഫോറസ്റ്റേഷൻ അറിയാമെങ്കിൽ ഡാറ്റ കാണിച്ചോ. നമ്മൾ ഡാമേജ് ആക്കി കളഞ്ഞ ഫോറസ്റ്റിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, പുതിയ പ്ലാന്റ്സ് ഒക്കെ അവിടെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ, റീഫോറസ്റ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ അതിന് പിന്നൊന്നുമില്ല. പിന്നെ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സാർ നമുക്ക് ആ റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്ററോട് പറഞ്ഞേക്കാം അല്ലേ. റീപ്രൊഡക്ഷൻ്റെ ചാപ്റ്ററിൽ 1-2 കാര്യങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ്, ഈ ചാപ്റ്ററിൽ ഏകദേശം കിട്ടിയെന്നുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിച്ച് നോക്കി വെച്ചോളൂ. വേറൊന്നുമല്ല മക്കളെ, ഇതിൽ നിന്ന് ഇതൊക്കെ ചോദിക്കത്തുള്ളൂ. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ പറഞ്ഞു തീർത്തതാണ്. ഇത് കഴിഞ്ഞു, ദെൻ വേഗം അടുത്ത ചാപ്റ്റർ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇപ്പം തന്നെ വരും വിഷ്ണു സാർ അവിടെ നിന്ന്. ആളെ കൂട്ടിയിട്ടുണ്ട് അപ്പുറത്ത്. സഞ്ജയ് സാർ നിൽക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ച് അവിടെ കൂട്ടി നിർത്തിയിട്ടുണ്ട് ഇപ്പത്തിന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. സോ ഇല്ലോ സാർ, അഭിത് സാർ വിടുന്നിട്ട് സാർ അപ്പൊ കഴിഞ്ഞോന്ന്. ഇന്ന് ലാസ്റ്റ് ക്ലാസ് സാറിന് അറിയില്ലേ? മക്കളെ ഞാനൊന്ന് അടുത്ത ചാപ്റ്റർ എടുത്തിട്ട് വരട്ടെ. വെയിറ്റ് പോകരുത്. ഓക്കെ സാർ, എടുത്തോളൂ. ഓക്കെ മക്കളെ, റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ് ബയോളജിയിൽ ചാപ്റ്റർ 4 ആണ്, നമ്മുടെ സയൻസിൽ ചാപ്റ്റർ 9 ആണ്. നമുക്ക് ഇതിൽ സർ പറയുന്ന കാര്യങ്ങൾ കേട്ടോ മിനിമത്തിൽ നോക്കിയാൽ മതി. ഈ സെക്ഷുവലിൽ ഒരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കിടക്കുന്നത് ദാ ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്ത് വെച്ചോ. ഫിഗർ 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 ഹെഡ്. ഇത് ടെയിലല്ലേ? ഇത് ടെയിലാണോ? ആണെങ്കിൽ ആറ്റ കാണിച്ച്. ഇത് നടുവിലുള്ളത് എന്താ? മിഡിൽ പീസ് ആണോ? ആ, ഹെഡ്, ടെയിൽ, മിഡിൽ പീസ്. അതുപോലെ ഇവിടെ സ്പേം ഡക്റ്റ്, പീനസ്, ടെസ്റ്റസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ മാർക്ക് ചെയ്ത് വെച്ചാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ടെസ്റ്റിസിനെ ബേസ് ചെയ്തോ പീനസിനെ ബേസ് ചെയ്തോ സ്പേം ഡക്റ്റിനെ ബേസ് ചെയ്തോ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇത് കണ്ടോ? ടെസ്റ്റിസ് നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പെയർഡ് ഓവൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഔട്ട് സൈഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. മെയിൽ ഗാമേറ്റ്സ് ആയിട്ടുള്ള സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെറ്റ് ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് സ്പേം മോട്ടൈൽ സിംഗിൾ സെൽഡ് സ്ട്രക്ചർ ആണ്. ദെൻ ഹെഡും മിഡിൽ പീസും ടെയിലും ഉണ്ട് അതിന്. ഓക്കെ സർ. ഫിഗർ നേരത്തെ പറഞ്ഞ ഫിഗർ മതി. നമ്മുടെ NCERT-ലുള്ള ഫിഗർ മാത്രം ഇതാ. ഈ 2 ഫിഗേഴ്സ് ആണ് NCERT-ലുള്ളത്. ആ 2 ഫിഗേഴ്സ് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. ആൻഡ് ഇതും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, പാർട്സ് മാർക്ക് ചെയ്യണം. വെജൈന, യൂട്രസ്, സെർവിക്സ്, ഓവറി, അതുപോലെ ഓവിഡക്റ്റ് ഉണ്ട്. ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറയാം കേട്ടോ. ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബ് എന്നും പറയാം. ഫിഗർ മാർക്ക് ചെയ്തോ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഫിഗർ മാർക്ക് ചെയ്ത് വെച്ചോ. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? യെസ് സാർ. മക്കളെ, ഞാൻ ഇതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിഷ്ണു സാർ സമ്മതിക്കുന്നില്ല. ഇവിടെ കുറേ ആളുകളൊക്കെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവരെ വിളിച്ചാലോ? പാരൻസ്, കുറച്ച് പേര് ഇവിടെ പാരൻസ് ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ പറഞ്ഞു കേട്ടോ. വിളിച്ചിരുത്തല്ലേ സാർ? നിർബന്ധമൊന്നുമില്ല. ആ, കുറച്ച് പേര് പാരൻസിനെ കൂടി ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അടുത്തുണ്ടെങ്കിൽ ഇരുത്തിക്കോളാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വരാം.